എന്താണ് ഖിയാമത്ത് നാൾ? അന്ത്യദിനം എങ്ങനെയായിരിക്കും? അതൊരു വെള്ളിയാഴ്ചയായിരിക്കും. ആദനബിയെ സൃഷ്ടിച്ചതും ആദനബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് പുറത്തുപോയതും വെള്ളിയാഴ്ചയാണ്. ഖിയാമത്ത് നാള് വെള്ളിയാഴ്ചയാണ്. ഏത് വെള്ളിയാഴ്ചയാണ്, ഏത് വർഷമാണ് നമുക്കാർക്കും അറിയില്ല. നമുക്കാർക്കും അറിയില്ല. ലോകം അവസാനിക്കുമോ? ലോകം അവസാനിക്കുമോ? ആകാശവും ഭൂമിയും ഇന്ന് കാണുന്ന വിധത്തിൽ തന്നെ നിലനിൽക്കുമോ? നാശമില്ലാതെ. ഒരുപാട് കാലം ആ വിഷയത്തിൽ തർക്കങ്ങളുണ്ടായിട്ടുണ്ട് ലോകത്ത്. ഇസ്ലാമിക വിരോധികളും അല്ലാത്തവരും ഒക്കെയായി ശാസ്ത്രലോകത്തൊക്കെയുള്ള വിജ്ഞാന പൊതുകികൾക്കിടയിലൊക്കെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ. ഇപ്പോ നമുക്കറിയാം, ISROയുടെ ഡയറക്ടർ പോസ്റ്റ് വഹിക്കുന്ന ആളോട് ഒരു ചോദ്യം: ഈ ഭൂമി ഇന്ന് കാണുന്ന രൂപത്തിൽ നിലനിൽക്കുമോ? എത്ര കാലം കൊണ്ട് ഭൂമി നശിക്കും? അപ്പൊ അദ്ദേഹം പറയുന്നത്, ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഭൂമിക്ക് നാശമുണ്ട്. തുടക്കമുണ്ടെങ്കിൽ ഒടുക്കമുണ്ട്. സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്ന ലോകപ്രസിദ്ധനായ ഏറ്റവും വലിയ ശാസ്ത്രകാരൻ, വീൽ ചെയറിലിരുന്ന് ഗവേഷണം നടത്തി ലോകത്തോട് വിട പറഞ്ഞു പോയ സ്റ്റീഫൻ ഹോക്കിംഗ്, ബിഗ് ബാങ് തിയറി മുതൽ തമോഗർത്തം വരെ എന്ന അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ബെസ്റ്റ് സെല്ലറിൽപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നു, ഭൂമി നശിക്കും, സൂര്യനും ചന്ദ്രനുമൊക്കെ സ്ഥാനം വിട്ട് സഞ്ചരിക്കപ്പെടും. വജ്മി അശംസു വൽ ഖമർ സൂറത്ത് ഖിയാമയിലെ ഒരു വചനമാണ്. സൂര്യനും ചന്ദ്രനും ഒന്നായിത്തീരും. സ്റ്റീഫൻ ഹോക്കിംഗ് പറയുന്നത്, സൂര്യൻ അങ്ങോട്ട് വികസിക്കും. വികസിച്ചിട്ട് ചന്ദ്രനെയും ഭൂമിയെയും ചന്ദ്രൻ അതിൽ ലയിച്ച് ചെയ്യും. പ്രകാശങ്ങൾ കെട്ടടങ്ങും. ഇതൊക്കെ ഖുർആന്റെ പ്രയോഗമല്ലോ. ഇതൊക്കെ മോഡേൺ സയൻസ് അംഗീകരിക്കുക. ആധുനിക ലോകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലൊന്ന് ഭൗമശാസ്ത്രപരമായ ഭൂമിയുടെ കാലഗണനകൾ എന്തുണ്ടായി, എപ്പോ നശിക്കും, എന്തെല്ലാം സംഭവിക്കും, ഭൂകമ്പങ്ങൾ എവിടെയൊക്കെ ഉണ്ടാകും, എപ്പോണ്ടാവുന്നല്ല എവിടെയൊക്കെ ഉണ്ടാകും, ഭൂകമ്പം ഉണ്ടാവില്ലേ, എപ്പോഴെന്നൊന്നും പറയാൻ അത്ര അഭിവൃദ്ധിയൊന്നും മോഡേൺ സയൻസിന് ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരു കാര്യം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങനെ, ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ലാത്ത ഒരു ദൂതൻ, നിസ്സാരമായ ഒരു വിഷയത്തിൽ പോലും കള്ളം പറഞ്ഞിട്ടില്ലാത്ത ഒരാള്, നെഗസ് രാജാവിന്റെ കൊട്ടാരത്തിൽ ജഅഫർ ബിൻ അബീ ത്വാലിബ് ചെന്നപ്പോ, ഈ ആള് കള്ളം പറയോ, ഈ ദൈവദൂതൻ എന്ന് പറയുന്ന ആള് കള്ളം പറയോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനുത്തരം പറയുന്ന അബൂ സുഫിയാനാണ്. ഇസ്ലാമിന്റെ ബദ്ധവൈരിയായിരുന്നു അന്ന്. പിന്നീട് റളിയല്ലാഹു അൻഹുമായി അബൂ സുഫിയാന്റെ മറുപടി, ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല. ജീവിതത്തിൽ ഞങ്ങളുടെ ഇടയിൽ 40 കൊല്ലം, ചെറിയ കാലയളവല്ല, കൂട്ടുകാർ, ഇന്റിമേറ്റ് ഫ്രണ്ടുകൾ, 40 കൊല്ലം മുഹമ്മദ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ ആദർശം പറയുന്നവരെ ഞങ്ങൾക്ക് വെറുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ആള് സത്യസന്ധനാണ്, ജീവിതത്തിൽ കള്ളം പറഞ്ഞിട്ടില്ല. ഇപ്പൊ നേഗസ് രാജാവ് ക്രിസ്ത്യാനിയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, സ്വന്തം കാര്യത്തിൽ കള്ളം പറയാത്ത ഒരാൾ ദൈവത്തിന്റെ പേരിൽ കള്ളം പറയില്ല. അങ്ങനെ സ്വന്തം കാര്യത്തിൽ കള്ളം തെല്ലും പറഞ്ഞിട്ടില്ലാത്ത ഒരാൾ അള്ളാഹുവിന്റെ കാര്യത്തിൽ കള്ളം പറയില്ല. അതുകൊണ്ടാണ് ഉഹ്ദിയുടെ വേളയിൽ അദ്ദേഹം പറഞ്ഞത്, അന നബിയുല്ലാ കദിബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ്, അന നബിയുല്ലാ കദിബ്, ഞാൻ നബിയാണ്, കള്ളമല്ല, സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ലോകത്തോട് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വേദനകൾ മുഴുവനും മരണാനന്തര ജീവിതത്തിൽ മനുഷ്യർ അനുഭവിക്കുന്ന വേദനകളെ കുറിച്ചായിരുന്നു. നമ്മൾ നോക്ക്, നമ്മളെല്ലാവരും വയനാടിൽ, അവിടെ മുണ്ടക്കയിൽ, അതിന്റെ പരിസരങ്ങളിൽ വലിയ ജലപ്രളയമുണ്ടായി, ഉരുൾപൊട്ടലുകൾ ഉണ്ടായി. ആതുര രക്ഷാ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ, ഞൊടിയിടയിൽ സഹായവുമായി കാരുണ്യത്തിന്റെ ആളുകൾ മനുഷ്യർക്കിടയിൽ ജാതി മതഭേദമന്യേ അവിടെ എത്തി. ജീവിച്ചിരിക്കുന്നവർക്ക് ഭക്ഷണം, മരിച്ചുപോയവരുടെ കബന്ധങ്ങളിൽ തിരയൽ, അവരെ രക്ഷപ്പെടുത്താനുള്ള ഭഗീരഥ പ്രയത്നം. ആ പദം അത്ര ഗംഭീരമാണ്. അശ്രാന്ത പരിശ്രമം.
പരിശ്രമം, ത്യാഗപൂർണമായ വേദനകൾ അനുഭവിച്ചുള്ള ഉറക്കൊഴിഞ്ഞുള്ള രാത്രികളുടെ തെരച്ചിൽ മലയാളികളുടെ സ്നേഹത്തിന്റെ വലിയ നിദർശനം. പക്ഷേ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദുഃഖം, അവർ ജീവിതം തുടങ്ങുകയാണ്. ജീവിച്ച ആളുകൾക്ക് ഇനിയുമുണ്ട് ജീവിതം, എന്നാൽ അവിടെ മരിച്ചവർ ഒരു ജീവിതം ആരംഭിക്കുകയാണ്. ഏതാണ് ആ ജീവിതം? ഭൂമിയിൽ ജീവിച്ച കാലയളവിന്റെ റിസൾട്ട് എടുക്കുന്ന ഒരു ലോകം, മരണത്തിന് ശേഷമുള്ള ഒരു ലോകം. നിങ്ങൾ ഈ ദുനിയാവിന് പ്രാധാന്യം നൽകി ആഖിറത്തിന് നിങ്ങൾ മറന്നുപോവുകയും ചെയ്യും. വിശുദ്ധ ഖുർആൻ ആ കാര്യം അടിവരയിട്ട് പലയിടങ്ങളിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു പറഞ്ഞ മക്കള് കൺകുളിർമയാണ്, അവർക്കൊരു ക്ഷീണം സംഭവിച്ചാൽ തളർന്നുപോകും. നിങ്ങൾ അത്രമേൽ നിങ്ങൾക്ക് ഹുബുണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളോട്. നിങ്ങളുടെ കരളയെ എന്ന് നിങ്ങൾ വിളിക്കുന്നു, നിങ്ങളുടെ ചങ്കാണെന്ന് പറയുന്നു. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തുദ് ദുനിയ വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്. മക്കളെ സമ്പത്ത് അലങ്കാരമാണ്, ബാക്കിയാകുന്നത് സത്കർമ്മമാണ് കേട്ടോ, നല്ല പ്രവർത്തനമാണ്, നന്നാവാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പഠിപ്പിച്ചു. 18-ാം അധ്യായം 46-ാമത്തെ വചനം. പക്ഷെ ആരും ആലോചിച്ചില്ല ബാക്കിയാകുന്ന അമലുകൾ അതെന്തുണ്ട്, അവരുടെ അവസ്ഥ എന്താണ്, അതാലോചിച്ചില്ല. ജീവിച്ചിരിക്കുന്നവരെക്കാൾ ഗൗരവപ്പെട്ടതാണ് മരിച്ചുപോയവരെ കുറിച്ചുള്ള ചിന്ത. ഇവിടെ നമ്മൾ ജീവിച്ചിരിക്കുന്നു, നമുക്കുമുണ്ടൊരു മരണം. സ്വാഭാവികമാകാം, ആക്സിഡന്റ് ആവാം, പെട്ടെന്നുള്ള മരണമാവാം, സാക്ഷികളാണ് നമ്മളെല്ലാവരും. പക്ഷേ ഈ ഉരുൾപൊട്ടലും ഈ ഭീകരതയും അതിന്റെ താണ്ഡവും അതിന്റെ രൗദ്രതയും അതിന്റെ ആർത്തട്ടഹാസവും കരിങ്കല്ലുകൾ, വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച പദന്ത, പർവ്വതങ്ങൾ കടഞ്ഞിട്ട ആട്ടിൻ രോമങ്ങളെ പോലെ, അല്ലാത്തൊരു പ്രയോഗമില്ലത്. അപ്പൂപ്പണ്ടാടി പാറി നടക്കുന്ന പോലെ മഹാപർവ്വതങ്ങൾ ഉരുണ്ടു വീഴുന്ന ദിനം. അതെത്ര വലിയ പ്രയോഗമാണ്. ആകാശം ഇന്നെത്ര അനുഗ്രഹീതമാണ്. മാറി മാറി വരുന്ന ആകാശത്തിന്റെ നിറവർണ്ണങ്ങൾ, കളറുകൾ, നീലാകാശം അല്ലെ, അതുപോലെ അന്ധകാര നിബിഡമായ കാർമേഘത്താൽ ഘനീഭവിച്ച ആകാശം. നമ്മളെല്ലാം ആ ആകാശത്തെ കുറിച്ച് പാടുന്നു, പറയുന്നു. ആ ആകാശത്തിലെ ഗോളങ്ങൾ, ആ ഗോളങ്ങളുടെ നിലനിൽപ്പുകൾ. ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കാൻ പർവ്വതങ്ങളെ മാറ്റി നിർത്തി. ആ പർവ്വതങ്ങൾ എന്റെ ചൊൽപ്പടിക്ക് നിൽക്കും എന്ന അല്ല പറയും. ഞാൻ പറയുന്നത് ആ പർവ്വതങ്ങൾ അനുസരിക്കുമെന്ന്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് കള്ളം പറയാത്ത തിരുദൂതർ. അദ്ദേഹത്തിന്റെ വചനസാഗരങ്ങളിൽ ഏറ്റവും ഗംഭീരമായ ഒന്ന്, ഒരു നാട് നശിപ്പിക്കാൻ അല്ല തീരുമാനിച്ചാൽ, ഒരു നാടിനെ അല്ല പിടിക്കാൻ ഉദ്ദേശിച്ചാൽ, ആ നാട്ടിൽ എന്തൊക്കെയാണ് നടക്കേണ്ടത് എന്ന് തീരുമാനിച്ചാൽ, അത് വെള്ളത്തിലാണെങ്കിൽ, കല്ലിലാണെങ്കിൽ, പർവ്വതത്തിലാണെങ്കിൽ, ഏത് നിലക്കാണത്, ഭൂകമ്പത്തിലാണെങ്കിൽ അവർ ചോദിക്കുമത്രേ, ഞാൻ എത്രയാണ് ഒഴുകേണ്ടത്? വെള്ളം അല്ലാഹുവിനോട്, അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് വെള്ളം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ എന്ത് പറയുന്നത്? ആൻതും മൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ. ഖുർആൻ നമ്പർ 67, 68, 69, 70 വചനമാണ്. ഞാനാണ് മഴ ഇറക്കിയത്, നിങ്ങൾക്കൊന്നും അതിൽ പങ്കില്ല. ആ മഴയെ ഉപ്പുജലമാക്കാൻ കഴിവുള്ളവൻ ഞാനാണ്. നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്? നിങ്ങൾ എന്താ നന്ദി കാണിക്കാത്തത്? ആ മഴവെള്ളം അല്ലാഹുവിനോട് ചോദിക്കും, അല്ലാ, ഞാൻ എത്രയാണ് ഒഴുകേണ്ടത്? എത്ര ഉയരത്തിലാണ് ഒഴുകേണ്ടത്? എത്ര കെട്ടിടത്തെ കവിച്ചു വെച്ചാണ് ഞാൻ ഒഴുകേണ്ടത്? ഏതെല്ലാം പ്രദേശങ്ങളിലൂടെയാണ് ഞാൻ ഒഴുകേണ്ടത്? എന്റെ ഒഴുക്കിൽ എന്തെല്ലാം നാശങ്ങളാണ് ഞാൻ വരുത്തേണ്ടത്? എത്ര പേരുടെ ജീവനാണ് ഞാൻ എടുക്കേണ്ടത് എന്ന് വെള്ളം അല്ലാഹുവിനോട് ചോദിക്കും എന്ന് കള്ളം പറയാത്ത തിരുദൂതർ. അതിനനുസരിച്ച് വെള്ളമൊഴുകും. അത്രയും പേരെ അത് കൊണ്ടുപോകും. അത്ര പേരുടെ ജീവൻ അതെടുക്കും. അത്ര വീടുകൾ അത് നശിപ്പിക്കും. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറഞ്ഞു, ഉരുളുന്ന കല്ലുകൾ അല്ലാഹുവിനോട് ചോദിക്കും, ഞാൻ എത്ര ദൂരമാണ് ഉരുളേണ്ടത്? ഏതെല്ലാം കെട്ടിടത്തെ തകർത്തുകൊണ്ടാണ് ഞാൻ ഉരുളേണ്ടത്? എവിടെ ചെന്നാണ് ഞാൻ അത് അവസാനിപ്പിക്കേണ്ടത്? വല്ലാത്തൊരു കാര്യം, വല്ലാത്തൊരു കഥ. ലോകത്തിന് അന്തിമമായ ഒരു നാശം. നിങ്ങൾക്കറിയാം, ഈ പ്രപഞ്ചം ഒരു ബിഗ് ബാങ് തിയറിയിലൂടെ രൂപപ്പെട്ടു. ഈ പ്രപഞ്ചം ഒരു ബിഗ് ബാങ് തിയറി,
സിംഗുലാരിറ്റിയിൽ നിന്ന് സിംഗുലാരിറ്റിയിലേക്ക് എന്ന് മോഡേൺ സയൻസ്. എന്താണത്? സൂറത്ത് അംബിയായിലെ അവസാനത്തെ ഭാഗമാണ്. 4-ാമത്തെ വചനമാണ്. അതിൽ പറയുന്നത് ഏകത്വത്തിൽ നിന്ന് തുടങ്ങി ഒരു ബിഗ് ബാങ്കിലൂടെ തുടങ്ങി. അഫലം യറല്ലദീന കഫറു അന്ന സമാവാതി വൽ അർദ് കാനതാ റത്കൻ വഫതഹ്നാഹുമാ വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യ്. സൂറത്ത് അംബിയയിലെ 30-ാമത്തെ വചനമാണ്. 21-ാമത്തെ അധ്യായം. ആകാശഭൂമികൾ ഒന്നു ചേർന്നതായിരുന്നു, അതിനെ നാം വേർപെടുത്തി. അല്ല പറയാം, മോഡേൺ സയൻസ് പറയുന്നു അങ്ങനെ ഒരു ബിഗ് ബാങ് തിയറിയിലൂടെ ഇതിനെയെല്ലാം വ്യവസ്ഥാപിതമായ സ്ഥാനത്ത് വെച്ചു. വീണ്ടും അതുപോലെ ഇതിനൊക്കെ ഒരുമിച്ച് കൂട്ടും. അള്ളാഹു പറയുന്ന 81-ാം അധ്യായം നിങ്ങൾക്കറിയാം. അതിലെന്താ പറയുന്നത്? ആകാശം പൊട്ടിപ്പിടരും, ഭൂമി വെണ്ടുകീറും, പർവ്വതങ്ങൾ സ്ഥാനം വിട്ട് ചലിപ്പിക്കപ്പെടും, വന്യ ഘോര വനങ്ങളിലെ മൃഗങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടും. അതിന്റെ തഫ്സീറിൽ കാണാം, ഭൂകമ്പമോ ചുഴലിക്കാറ്റോ ഉരുൾപൊട്ടലോ ജലപ്രവാഹമോ ഉണ്ടായാൽ ആ മൃഗങ്ങൾ ഒന്നുപോലും മനുഷ്യനെ ആക്രമിക്കില്ല. വിശുദ്ധ ഖുർആന്റെ വചനമാണ്. മൃഗങ്ങൾ മനുഷ്യരെ ആക്രമിക്കില്ല. വയനാടിൽ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ അമ്മയെയും കുഞ്ഞിനെയും ഒറ്റക്ക് നിന്ന ആനയുടെ പൊതുവെ സ്വഭാവം എന്താണ്? ഒറ്റക്ക് നിൽക്കുന്ന ആന ആക്രമിക്കുമെന്നതാണ് പൊതു രീതി. പക്ഷേ ഇത്തരം ഘട്ടങ്ങളിൽ അവർ നേരത്തെ അറിയും, നാളെ ഉരുൾപൊട്ടാനുണ്ട്, ഇന്ന് സമയം പൊട്ടും. അത് മനുഷ്യരെക്കാൾ അറിയുന്നവരാണ് മൃഗങ്ങൾ. അതുകൊണ്ട് തന്നെ വയനാടൻ മലകളിൽ നിന്ന്, ഈ ഉരുൾപൊട്ടൽ പ്രദേശത്ത് നിന്ന് ആനകൾ സംഘം സംഘമായി സുരക്ഷിത താവളങ്ങളിലേക്ക് പറന്നിരുന്നു. അവിടെയുള്ള കൊരങ്ങന്മാർ ബാലുശ്ശേരിയിൽ വരെ എത്തിയിരുന്നു. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ അറിഞ്ഞില്ലേ എന്ന് എനിക്കറിയില്ല. മൃഗങ്ങളെല്ലാം ആ പ്രദേശം വിട്ടുപോകും. അർമീനിയയിൽ, സാൻ ഫ്രാൻസിസ്കോയിൽ, ലത്തൂറിൽ ഭൂകമ്പമുണ്ടായി. ബാം പ്രദേശം, ഇറാനിന്റെ ബാം പ്രദേശം 30 സെക്കൻഡ് കൊണ്ട് 2000 വർഷത്തിന്റെ പൈതൃകമുള്ള ബാം പ്രദേശം 30 സെക്കൻഡ്, 30 മിനിറ്റ് അല്ല, 30 സെക്കൻഡ്, 1 മിനിറ്റിന്റെ പാതി അടിച്ചു തകർന്നു കളഞ്ഞു. അന്ന് ആ പ്രദേശങ്ങളിൽ നിന്ന് പക്ഷികളൊക്കെ തലേനേ പോയിരുന്നു. മനുഷ്യർ കെട്ടിയിട്ട മൃഗങ്ങളല്ലാതെ മനുഷ്യരുടെ ചുറ്റുവട്ടത്ത് വളരുന്ന പൂച്ചയും നായയും അതുപോലെ കോഴിയും ആടും പശുവും കാളയുമല്ലാതെ മറ്റെല്ലാ മൃഗങ്ങളും ആ നാട്ടിൽ നിന്ന് പോയി. 2004 സുമാത്രയിൽ സുനാമി ഉണ്ടാകുന്നതിന് മുമ്പ് നോക്കൂ, വിശുദ്ധ ഖുർആൻ പറയുന്നത് വൈദൽ ബിഹാറു സുജിറത്, വൈദൽ ബിഹാറു സുജിറത്, കടല് അടിച്ചു കയറും, പൊട്ടി ഒഴുക്കപ്പെടും. നിങ്ങൾ സുനാമി കണ്ടിട്ടുണ്ടാവും, കടല് രമ്പിക്കേറുന്നത് കണ്ടിട്ടുണ്ടാവും, കടലെടുത്തു എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ടാവും. എന്തേ അവിടെ സംഭവിക്കുന്നത്? കടലിൽ കൊള്ളാവുന്നതിലധികം വെള്ളം വന്നാൽ, പെരിയാർ, മുല്ലപ്പെരിയാർ എങ്ങാനും പൊട്ടിയാൽ 6-10 ജില്ലകൾ നാമാവശേഷമാകും. വെള്ളം കടലിലേക്കെത്തും, കടല് തിരിച്ചു കയറും, അത് സുനാമിയായി രൂപപ്പെടും. 10 നില കെട്ടിടത്തിന്റെ മുകളിലൂടെ കടന്ന് അങ്ങ് സുമാത്രയിൽ അവിടെ അതിന്റെ പ്രധാനമന്ത്രി ഉയർന്ന കെട്ടിടത്തിന്റെ മുകളിൽ കയറി ആ തിരമാലകൾ ആർത്തിരമ്പി വരുന്നത് കണ്ടതായി ചാനലുകളിലൂടെ നമ്മൾ വായിച്ചു. നമ്മുടെ ആരുടെയും നിയന്ത്രണത്തിലല്ല, ആരുടെയും കൺട്രോളിലല്ല. CCTV ദൃശ്യങ്ങൾ വയനാട്ടിൽ നിന്നും നമ്മൾ കണ്ടു, ചൂരൽമലയിൽ നമ്മൾ കണ്ടു. CCTV ദൃശ്യങ്ങൾ. അല്പവെള്ളം ഇങ്ങനെ വരുന്നു, സെക്കൻഡുകളെ കൊണ്ട് അടിച്ച് ബിൽഡിംഗ് തകർത്ത് കടന്നു പോകുന്നു. ഇത്രമേൽ പ്രഹരശേഷിയുള്ള അല്ലാഹുവിന്റെ സൃഷ്ടി, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്, മിൻ ശർരി മാ ഖലഖ്, സൃഷ്ടിച്ചവരുടെ കെടുതിയിൽ നിന്ന് നിരന്തരമായി രക്ഷ നേടാൻ പറഞ്ഞ പടച്ചതമ്പുരാൻ. നമുക്കറിയില്ല ഓരോരുത്തരും എത്രത്തോളം പടച്ചവനെ അറിഞ്ഞിരുന്നു, മനസ്സിലാക്കിയിരുന്നു. ആഴമേറിയ പഠനങ്ങളൊന്നും നടന്നിട്ടില്ല. മൊത്തത്തിൽ വിലയിരുത്തുമ്പോ ലോകത്തുള്ള എല്ലാ തിന്മകളും നങ്കൂരമിട്ട പ്രദേശങ്ങളിൽ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ഇതെല്ലാം നടക്കും. മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ബൈ പ്രൊഡക്റ്റായി, അനന്തര ഫലമായി ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ് ലിയുദിഖും ബഅദല്ലദീന അമിലു ലഅല്ലഹും യർജിഊൻ. വിശുദ്ധ ഖുർആനിലെ 30-ാം അധ്യായം 41-ാമത്തെ വചനം. കടലിലും കരയിലും കുഴപ്പങ്ങൾ പ്രത്യക്ഷപ്പെട്ടു, മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ച നിമിത്തം. അപ്പൊ നമ്മൾ ആലോചിക്കാൻ വിശുദ്ധ ഖുർആൻ പറയുന്നു. ഇതൊക്കെ സൂറത്ത് ഇസ്രായേൽ 17-ാം അധ്യായത്തിൽ ഒരു വചനമുണ്ട്. ലോകം അവസാനിക്കുന്നതിന് മുമ്പ് പല നാടുകളും ഞാൻ നശിപ്പിക്കും. എന്നിട്ട് ഖുർആൻ പറയണം, ഒന്നെങ്കിൽ ഭാഗികമായി അല്ലെങ്കിൽ പൂർണ്ണമായി. ആദ് സമൂഹം, സമൂഹ ഗോത്രം,
അവരെ കുറിച്ചൊക്കെ പറയവേ അല്ല പറഞ്ഞൊരു വാചകം ചാനലിൽ ആവർത്തിച്ച് കേട്ടപ്പോ എനിക്ക് അത്ഭുതം തോന്നി. നിങ്ങളും കേട്ടിട്ടുണ്ട്, ഞാൻ മാത്രമല്ല, നിങ്ങളും കേട്ടിട്ടുണ്ട്. എന്താ അത്? അങ്ങനെ ഒരു നാടേ ഇപ്പോൾ അവിടെ ഇല്ല, അല്ലേ? എത്ര തവണ കേട്ടിട്ടുണ്ട്? അള്ളാഹുവിന്റെ ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞൊരു വാചകമാണ്. നോക്കൂ, നിങ്ങൾ അവിടേക്ക് നോക്കൂ. അങ്ങനെ ഒരു രാഷ്ട്രമേ ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു പ്രദേശമേ ഉണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നും. അങ്ങനെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം ഉണ്ടായിരുന്നില്ല. ഉരുൾപൊട്ടുന്നതിന്റെ തൊട്ട് മുമ്പുണ്ടായിരുന്ന ടൂറിസ്റ്റ് കേന്ദ്രം ഇന്ന് അവിടെ ഇല്ല. സ്കൂളുകളിൽ അവിടെ ഇല്ല, കെട്ടിടങ്ങൾ അവിടെ ഇല്ല, ക്ഷേത്രങ്ങൾ അവിടെ ഇല്ല. അല്ല പറയാണ്, അങ്ങനെ ഒരു കൂട്ടർ ആരെങ്കിലും വന്നാൽ ഈ പ്രദേശം ഏത്, ഇതെന്ത്, ഇതിന്റെ അതിർവരമ്പുകൾ എവിടെ അറിയില്ല. ഇത് ഭാസ്കരന്റേതാണോ, സുരേന്ദ്രന്റേതാണോ, മുഹമ്മദിന്റേതാണോ, ആയിഷയുടേതാണോ, ആശാവർക്കറുടേതാണോ, എഞ്ചിനീയറുടേതാണോ, ഡോക്ടറുടേതാണോ, പണക്കാരന്റേതാണോ അറിയില്ല. മുഹമ്മദ് ഹാനി എന്ന് പറയുന്ന മോൻ പറയുന്നുണ്ട്, 8:30 ഞങ്ങൾക്ക് ഭക്ഷണം തന്നു. ഞങ്ങൾ ചോദിച്ചു, ഉമ്മ എന്താ ഇന്ന് ഉരുൾപൊട്ടലുണ്ടോ? ഉരുൾപൊട്ടുകയാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് മരിക്കാം. എന്തേതിന്റെ അർത്ഥം? ഒരു വലിയ ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് വിശ്വസിച്ചൊരു കൂട്ടരായിരുന്നു അവർ. എന്നിട്ടും എന്തേ അവർ ഇതിൽപ്പെട്ടത്? മുൻകരുതലുകളെ, താക്കീതുകളെ മുഖവിലക്കെടുക്കാത്ത സമൂഹത്തിന് മോനെ ഹെൽമെറ്റുകളെ, ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോകരുതേ, നാഷണൽ ഹൈവേയാണ്, വീണുപോയാൽ തലയടിച്ചാൽ അപകടം പറ്റും എന്ന് ബാപ്പ ആവർത്തിച്ച് പറഞ്ഞു. ഹെൽമെറ്റ് ഇടാതെ കുതിച്ചു പാഞ്ഞ് ആക്സിഡന്റ് പറ്റി തനക്ക് അഗാധമായി മുറിവേറ്റാൽ 2-3 ദിവസം അവനെ ട്രീറ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ അവന്റെ ബെഡിൽ കിടന്ന് അവന്റെ ബെഡിനരികിൽ ഇരുന്ന് ബാപ്പ കൈ തലോടി, മുഖം തലോടി, തല തലോടി പറയുന്ന ഒരു വാചകമുണ്ട്, മോനെ പ്രിയപ്പെട്ട ബാപ്പ 1000 തവണ നിന്നോട് പറഞ്ഞിരുന്നു ഹെൽമെറ്റ് ധരിക്കാൻ. അത് ധരിച്ചിരുന്നെങ്കിൽ ഇത്ര അഗാധമായ മുറി നിനക്കുണ്ടായിരുന്നില്ല. മാധവ്കാട്ടിൽ 1000 തവണ പറഞ്ഞു മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടുമെന്ന്. ലോകത്ത് പലരും പഠിച്ചവർ പറഞ്ഞു, ആദിവാസികൾ പറഞ്ഞു. മുന്നറിയിപ്പുകളെ മുകളിലെടുക്കാത്തവരോട് അല്ലാഹു പറയുന്നു, നിങ്ങൾ ചെയ്തതിന്റെ ഫലം തിരിച്ചറിയാനാണ്. ഇനിങ്ങനെ ഉണ്ടാവരുത്. പക്ഷേ ഇപ്പോഴും എന്താ സംഭവിക്കുന്നത്? ഇത്ര കോടി ഇന്നാള് ഒരു ലൈക്ക് കൊടുക്കൂ, എല്ലാവരും ലൈക്ക് കൊടുക്കും, എല്ലാവർക്കും തൃപ്തി, എല്ലാവരും വായിത്തി ഖലാസ്. എന്നാൽ ഇനിയൊരു 10,000 ആളുകൾ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന, ജലപ്രളയം ഉണ്ടാകുന്ന ഇടുക്കി ഡാം ഉൾപ്പെടെയുള്ള എന്തെങ്കിലും ഒരു പ്രോഗ്രസ് അവിടെ എടുക്കേണ്ട നടപടികളിൽ ഇനിയുള്ള മനുഷ്യരെങ്കിലും ഈ ഭൂമുഖത്തുണ്ടാകണം എന്ന ഒരു നടപടി ഇല്ല. അതിനുള്ള പടച്ചവന്റെ നടപടിക്രമം. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ലോകം അവസാനിക്കും. അതിനു മുമ്പ് നമ്മളോട് അല്ല പറയുന്ന ചില കാര്യം ചുരുക്കി, വളരെ ചുരുക്കിയ സമയം കൊണ്ട് പറയാം. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അത്കാലഹാ വഖാല الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها. അല്ല പറയാം, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാല, ഭൂമി അതിന്റെ കിഴക്കം കിളിഞ്ഞ ദിവസം. ഭൂകമ്പമുണ്ടായതെങ്ങനെ? ടെക്ടോണിക് പ്ലേറ്റുകൾ, ഭൂമിയുടെ ഉപരിതലം, ഭൂമിയുടെ അക്കിക്കാമ്പ് മാൻഡിൽ, ഭൂമിയുടെ ഉപരിതലത്തിലെ ടെക്ടോണിക് പ്ലേറ്റുകൾ നീങ്ങിക്കൊണ്ടാണ് ഭൂകമ്പം ഉണ്ടാവുക. കെട്ടിടങ്ങളൊന്നും ഇങ്ങനെയല്ല. കെട്ടിടങ്ങളെല്ലാം ഇങ്ങനെ മറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ്? ടെക്ടോണിക് പ്ലേറ്റുകൾ ഭൂമിയിൽ നിന്നും നീങ്ങുമ്പോൾ ഭൂകമ്പബാധിത പ്രദേശത്തെ കെട്ടിടങ്ങളും മരങ്ങളും ചെരിഞ്ഞ് അടർന്നു വീണ് എല്ലാം നശിച്ചു പോകും. അതൊരു പ്രദേശത്ത് മാത്രമാണ്. പക്ഷെ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ എന്നത് ഭൂമിയുടെ ഉള്ളിൽ നിന്ന് ശബ്ദം കേട്ടു എന്ന് മലപ്പുറത്തു നിന്നും പല ജില്ലകളിൽ നിന്നും ഭൂമിയുടെ അടിയിൽ നിന്ന് വലിയ ശബ്ദങ്ങൾ. അല്ലാഹു പറയുന്നു, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ വഅഖ്റജത്തിൽ അർളു അത്കാലഹ വഖാല الإنسان ما لها. ഭൂമി അതിന്റെ കിഴക്കം കിളിഞ്ഞ ദിവസം, ഭൂമിയുടെ ഉള്ളിലുള്ളത് ഭൂമി പുറത്തേക്ക് തള്ളുന്ന ദിവസം, വലിയ വലിയ പർവ്വതങ്ങൾ നിറയെ, പാറക്കെട്ടുകൾ നിറയെ, പാറയാണെന്ന് കരുതരുത്, അതൊരു ടാങ്ക് പോലെയാണ്. ആ ടാങ്കിനുള്ളിൽ മുഴുവനും വെള്ളമാണ്. മഴയുടെ എത്രയോ ഇരട്ടി വെള്ളം ഇതിൽ ശേഖരിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ദ്വാരങ്ങളിൽ ഒരു വിടവുണ്ടായാൽ എത്രയോ ഗ്യാലൻ കണക്കിന് വെള്ളമാണ് ഈ പ്രദേശങ്ങളിലൂടെ ഒഴുകിപ്പോകുന്നത്. പഠിക്കേണ്ടതുണ്ട്, വിലയിരുത്തേണ്ടതുണ്ട്. എല്ലാ പ്രകൃതിയെയും മനുഷ്യർ ചൂഷണം ചെയ്തു. അള്ള നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ? കഴിഞ്ഞ 10 കൊല്ലം മുമ്പ് പെയ്ത മഴയുടെ എത്രയോ ഇരട്ടി മഴ ഇപ്പൊ പെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? 10 കൊല്ലങ്ങൾക്ക് മുമ്പ് പെയ്യുന്ന മഴ പോലും ഇപ്പോൾ പെയ്യുന്നില്ല എന്നതാണ് നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന കണക്ക്. പിന്നെ എന്തേ പുഴ കവിഞ്ഞൊഴുകിയത്?
സാമ്രാജ്യത്വ ശക്തികളുടെ ഭരണാധിപത്യത്തിന്റെ രാഷ്ട്രീയ മേലാളന്മാരുമായുള്ള പണക്കാരുടെ ടൈപ്പിലാണ് നാം ഇന്ന് പുഴയിൽ അനുഭവിക്കുന്ന ജലപ്രളയം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടോ? സിമ്പിളായി ഞാൻ പറഞ്ഞു തരാം. ഇതിൽ ഒരുപാട് ആളുകൾ പല നാടുകളിലേക്ക് യാത്ര പോകുന്നവരുണ്ട്. മുക്കം കഴിഞ്ഞാൽ അരീക്കോട് വഴി നമ്മൾ പോകുമ്പോൾ ആ പുഴകളിലെല്ലാം മണല് വാരി റോട്ടിലേക്ക് ഇട്ടൊരു കാഴ്ച 10-20 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടിരുന്നു. നമ്മളെല്ലാവരും കണ്ടിരുന്നു. ഭാരതപ്പുഴയേക്കാൾ എത്രയോ ഉയരത്തിൽ മണൽ കെട്ടിക്കിടക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തുകൊണ്ടാ? നിങ്ങളുടെ വീട്ടിൽ 2000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്കിൽ 1500 ലിറ്റർ വെള്ളം കൊള്ളുന്നതിന് പകരം മണല് നിറച്ചാൽ പിന്നെ 2000 ലിറ്റർ വെള്ളം കൊള്ളുന്നതിന് സ്ഥിരമായി അടിച്ചുകൊണ്ടിരുന്ന 2000 ലിറ്റർ ടാങ്കിലേക്ക് അടിച്ചാൽ 500 ലിറ്ററേ വെള്ളം അവിടെ കൊള്ളൂ. ബാക്കി 1500 ലിറ്റർ വെള്ളം കൊണ്ടുപോകുമോനെ? 1500 ലിറ്റർ വെള്ളം പുറത്തോട്ട് പോകും. അപ്പൊ പുഴയിൽ മണൽ വന്ന് നിറഞ്ഞാൽ കുറഞ്ഞ മഴ പെയ്യുമ്പോഴേക്ക് തന്നെ പുഴ കവിഞ്ഞ് വെള്ളമൊഴുകും. അതിന്റെ പരിസരത്തുള്ള വീടുകളെ അത് നശിപ്പിച്ചുകൊണ്ട് കടന്നു പോകും. എന്താ കാരണം? വലിയ വലിയ പണക്കാരെ ഇവിടുത്തെ ഭരണകൂടത്തെ കൊണ്ട് പറയിപ്പിച്ചു, മണല് വാരിയ പ്രശ്നമാവും, പ്രകൃതിക്ക് ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ട് നിങ്ങൾ എംസെന്റ് വാങ്ങിക്കാടി. പാറക്കോറിയിൽ വിട്ടാ ബാക്കിയുള്ളത് പൊടിച്ചുകൊണ്ടുവന്നിട്ട് അതും കച്ചവടാക്കി മുതലാളിമാര്. ആ മുതലാളിമാരുടെ താളത്തിനൊത്ത് വെള്ളക്കുപ്പായമിട്ട രാഷ്ട്രീയക്കാർ അതിന് കൂട്ടുനിന്നു. മണല് വാരം പ്രകൃതിയാണ്. മണല് വാരണം, ഓവറാകാൻ പാടില്ല. മണല് വാരണം, വാരിക്കൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ എന്താ, ഞാൻ നേരത്തെ പറഞ്ഞ 2000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്കിൽ 1500 മണലും 500 ലിറ്റർ വെള്ളവും. അപ്പൊ 2000 ലിറ്റർ വെള്ളം സ്ഥിരം വന്നുകൊണ്ടിരുന്നത് വരുമ്പോഴത്തുണ്ടാവും 1500 ലിറ്റർ ഓവർഫ്ലോ ചെയ്തു വരും. സിമ്പിൾ ലോജിക്കാണ് ഞാൻ പറഞ്ഞ, ആർക്കും തിരിയുന്നതാണ്. അതുകൊണ്ട് അല്ലാഹു പറയുന്ന ഭൂമി അതിന്റെ ഭാരങ്ങൾ പുറത്തോട്ട് തന്നു. അല്ലാഹു പ്രകൃതിക്ക് എല്ലാം ഒരു ബാലൻസ് വെച്ചിട്ടുണ്ട്. അത് നശിച്ചു പോകുന്ന അവസ്ഥ മനുഷ്യന്റെ പ്രവർത്തനം കൊണ്ടുണ്ടായാൽ എന്നിട്ട് അല്ലാഹു പറയുന്നത്, അന്ന് മനുഷ്യർ ചോദിക്കും, ഭൂമിക്ക് എന്ത് പറ്റി? എന്താ ഭൂമിക്ക് പറ്റിയത്? മനുഷ്യർ ചോദിക്കും. എന്നിട്ട് അല്ലാഹു പറയാണ്, അന്ന് ഭൂമി നിങ്ങൾ പ്രവർത്തിച്ചത് മുഴുവനും പറയും, അല്ല ബോധനം നൽകി. നമ്മൾ CCTV അപ്പുറത്ത് എന്താ പറയാ, ഭൂമിയിൽ നിങ്ങൾ എവിടെ എന്ത് ചെയ്യുന്നു? ഭൂമി റെക്കോർഡ് ചെയ്യുന്നുണ്ട്. മോഡേൺ സയൻസ് തെളിയിച്ച കാര്യമാണ്. ഭൂമിയിൽ റെക്കോർഡിംഗ് ആണ്. നിങ്ങൾ എവിടെ ഏത് ഭൂമിയിൽ അവിടെ CCTV ഒന്നും വേണ്ട. അള്ളാന്റെ CCTV. എന്നിട്ട് ആ ഭൂമി പറയുന്ന ഇവർ ഇവിടെ വെച്ചിട്ടാണ് ഇന്ന് തിന്മ ചെയ്തത്. അത് പറയുന്ന ഒരു ദിവസം അണുമണി തൂക്കം നന്മ ചെയ്യാൻ കിട്ടുന്ന ഒരവസരങ്ങളും പാഴാക്കുക. അല്ല പറയാം, അണുമണി തൂക്കം നന്മ ചെയ്യാൻ കിട്ടുന്ന ഒരവസരവും നിങ്ങൾ പാഴാക്കുക. അണുമണി തൂക്കം തിന്മ ചെയ്യുന്നിടങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കുകയും വേണം. എങ്കിൽ നിങ്ങളുടെ തുല അൽഖാരിയ മൽഖാരിയ വമാ അദ്റാക മൽഖാരിയ യൗമ യകൂനു الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش. പർവ്വതങ്ങൾ കടഞ്ഞിട്ട ആട്ടിൻരോമങ്ങളെ പോലെയായി. വല്ലാത്തൊരു പ്രയോഗം. ഭൂമി കുലുങ്ങാതിരിക്കാൻ പർവ്വതത്താനെ അതെല്ലാം ഇവിടെ പാറി നടക്കും. അതാണ് ഖിയാമത്ത് നാളുണ്ടായ. ആ ഖിയാമത്ത് നാൾ വരുന്നതിന് മുമ്പ് നമ്മളോട് പറയുന്നത് സൂക്ഷിച്ച് ജീവിച്ചോളൂ. എന്ത് ഖിയാമത്ത് നാളുണ്ടായിക്കോട്ടെ, ലോകം എങ്ങനെ നശിച്ചോട്ടെ, നിങ്ങൾ മുത്തഖികളാണെങ്കിൽ അത് പറയുന്നത് ആ നാട്ടുകാർ വല്ലാത്ത ആ നാട്ടുകാർ ആ വലിയ ശിക്ഷ വരാതിരിക്കാൻ ആ നാട്ടുകാർ ഈമാനുള്ളവരും തഖ്വയുള്ളവരുമായിരുന്നെങ്കിൽ ആകാശഭൂമിയിൽ നിന്ന് ബർക്കത്ത് ഉണ്ടായിരുന്നു, ശിക്ഷ ഉണ്ടാവില്ല. പക്ഷെ അവർ കളവാക്കി, അവർ അല്ലാഹുവിനെതിരെ പ്രവർത്തിച്ചു, അവർ ശിർക്കിൽ മുങ്ങിക്കുളിച്ചു, അവർ ബിദ്അത്തിൽ മുങ്ങിക്കുളിച്ചു, അവരെല്ലാ ഹറാമുകളിൽ മുങ്ങിക്കുളിച്ചു. ഉറങ്ങിക്കിടക്കുമ്പോ ഒറ്റ പോയിന്റ് ഞാൻ പറയാം. നിങ്ങൾ ചിന്തിച്ചിട്ടോ, ലോകത്തുണ്ടായ എല്ലാ ജലപ്രളയങ്ങളും എല്ലാ ഭൂകമ്പങ്ങളും 2 ടൈമിലാണ്. ഖുർആൻ പറഞ്ഞ ഈ 2 ടൈമിലാണ് ലോകത്തെ മഹാഭൂരിപക്ഷം. നിങ്ങളെടുത്തോ, നിങ്ങൾ ഡേറ്റ് എടുത്ത് ടൈം എടുത്തോ, ഒക്കെ മനുഷ്യർ ഉറങ്ങും. എങ്ങനെ ഉറങ്ങുമ്പോ? രാത്രി 9 മണിക്ക് ഉറങ്ങുമല്ല, 1 മണിയോടടുപ്പിച്ചുള്ള ടൈമിൽ 1, 2, 3 ഈ 3 മണിക്കൂറിനുള്ളിലാണ് ലോകത്തെ സകലമായ വലിയ മനുഷ്യനാശം വിതച്ച ഭൂകമ്പം തുടങ്ങുന്നുണ്ട്. അല്ലാഹു പറയാണ്, കൂർക്കം വലിച്ചുറങ്ങവേ. എന്തിനാത്? മൃഗങ്ങളൊക്കെ നേരത്തെ അല്ലാഹു അറിയിച്ചെന്തിനാ?
മൃഗങ്ങൾക്ക് വിവേചന ശക്തി കൊടുത്തിട്ടില്ലേ ശരി തെറ്റുകൾ ചെയ്യാൻ? ശരി തെറ്റുകൾ ചെയ്യാനുള്ള ബുദ്ധി കൊടുത്തിട്ടും തെറ്റ് ചെയ്യുന്നവനെ ശിക്ഷിക്കാൻ സൈന്യം വരുന്നത് പോലെ അള്ളാഹുവിന്റെ സൈന്യം വരുമ്പോ ഓടാൻ പോലും സമയം കൊടുക്കരുത്. രക്ഷാപ്രവർത്തനത്തോട് അവസരം എനിക്ക് കൊടുക്കരുത്. കാരണം ഓരോ ഉദ്ദേശിച്ചിട്ടാണ് വരുന്നത്. ആ വരവാഗ്രൂപത്തിൽ സംഹാര താണ്ഡവമാടി കടന്നു വരും. എന്നിട്ട് എന്താ പറയാ? അവ അമിന അഖിലിൽ ഖുറാൻ അയ്യതിയും ബഖ്സുനാ ളുഹൻ വഹും യൽഅബൂൻ. മെറീന ബീച്ച് കിടന്നു, ചെന്നൈയിലെ മെറീന ബീച്ച്. ളുഹാ സമയം എന്ന് പറഞ്ഞാൽ എപ്പോഴാ? 12 മണിന്റെ 8 മണിക്ക് ഇടയിലുള്ള സമയം, 11 മണി ഷാർപ്പ്. സുമാത്രയിൽ ഭൂകമ്പ സുനാമി ഉണ്ടായിട്ട് കയറി വന്നിട്ട് ചെന്നൈയിൽ അടിക്കുന്നത് ളുഹാ സമയത്താണ്. അള്ളാഹ് പറയണം ളുഹൻ വഹും യൽഅബൂൻ. ളുഹാ സമയത്ത് അവർ കളിച്ചുകൊണ്ടിരിക്കവേ, കുട്ടികൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ക്രിക്കറ്റ് കുട്ടികളെല്ലാം കൊടുത്തെറിച്ചത്. എത്ര ദിവസം കൊണ്ടാണ് ടിപ്പർ ലോറിയിൽ അവിടുന്ന് മണല് വാരിപ്പോയത്? എല്ലാം മറന്നുപോയി. നമ്മുടെ തൊട്ട് തലേന്നുണ്ടായാലും നമ്മൾ മറന്നു. നമ്മളെ സംബന്ധിച്ചിടത്തുള്ള അവസ്ഥ മറക്കരുത്. ഇതെല്ലാം നമ്മുടെ മനസ്സിന്റെ ഫ്രെയിമിൽ ഉണ്ടാകണം. എന്റെ റബ്ബ് എനിക്ക് എന്ത് വരുത്തുന്നതിന് മുമ്പ് എനിക്ക് രക്ഷപ്പെടണമെന്ന ചിന്തയുണ്ടാകണം. അപ്പൊ തഖ്വയും ഈമാനും ഉണ്ടെങ്കിൽ ഒരിക്കലും ആ സമൂഹത്തിന് പേടിക്കേണ്ടതില്ല. അവരെ അല്ലാഹു രക്ഷപ്പെടുത്തും. ഇത് വളരെ പ്രാധാന്യത്തോടെ നമ്മൾ ഓർക്കുക. ഇതെല്ലാം ഒരു മുൻകരുതലുകളുടെ ഭാഗമാണ്. നമുക്ക് സൂക്ഷിക്കാം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഊസീകും വഇയ്യായ സാനിയൻ ബിതഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുക. അൽഹംദുലില്ലാഹ്, ഈ 28-ാം തീയതി ഓഗസ്റ്റ് 28-ന് നമുക്കറിയാം, നമ്മുടെ ഒരു പുതിയ തലമുറയിൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾ 8ാം ക്ലാസ് മുതലുള്ള ഡിഗ്രി തലം വരെയുള്ള നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഒരു വലിയ സ്വാലിഹ എന്ന് പറയുന്ന വലിയൊരു പ്രോഗ്രാം നമ്മുടെ നാട്ടിലാണ്. ആ പ്രോഗ്രാം നടക്കുന്നത് ഫോർട്ടീൻസിലെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്. രാവിലെ ആരംഭിച്ചിട്ട് ഏറെക്കുറെ വൈകുന്നേരം 4 മണി വരെ, 8:30 ആരംഭിച്ച് വൈകുന്നേരം 4 മണി വരെ പല പ്രഗത്ഭരായ പണ്ഡിതന്മാരും നമ്മുടെ പെൺകുട്ടികളെ മനസ്സിലാക്കുക. 8ാം ക്ലാസ് മുതൽ ഇനി ഒരു 7ാം ക്ലാസ് പെൺകുട്ടി ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. അവിടെ അങ്ങോട്ട് ഡിഗ്രി തലം വരെയുള്ള പെൺകുട്ടികളെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള വലിയൊരു പ്രോഗ്രാമാണ് 28-ാം തീയതി. അപ്പൊ ആ കാര്യം ബുധനാഴ്ചയാണ്. എല്ലാവരും ഓർക്കുക. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നമ്മുടെ കുട്ടികളെ അവിടെ പങ്കെടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരിക്കലും ആ മക്കൾക്ക് അതൊരു നഷ്ടമാവില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. പല കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുള്ള പല സന്ദർഭങ്ങളും. ഓഗസ്റ്റ് 25 മറ്റന്നാള് ഞായറാഴ്ച AUP സ്കൂൾ ഏഴുകുളത്ത് വെച്ച് ഒരു കുടുംബ വിജ്ഞാന വേദി സംഘടിപ്പിക്കുന്നുണ്ട്. ഞായറാഴ്ചയാണ്, 4 മണിക്കാണ്. ഈ വിജ്ഞാന സദസ്സുകളെ കുറിച്ചൊക്കെയുള്ള അറിവ് തരുന്നത് ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല, മനസ്സിലാക്കിയില്ല എന്ന്. അലം യഅതികും നദീർ, നിങ്ങൾക്ക് താക്കീതുകാർ വന്നിട്ടില്ലായിരുന്നു ഇതൊക്കെ പറഞ്ഞു തരാൻ? ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ ഫകദ്ദബ്നാ വഖുൽനാ മാ നസ്സലല്ലാഹ്. ഞങ്ങളതൊന്നും ചെവിക്കൊടുത്തിരുന്നു. ഞങ്ങൾക്ക് വേറെ കുറെ പണിയായിരുന്നു. ഞങ്ങളവരെ കളിയാൻ ഓണമുണ്ട് ഖുർആനായിട്ട് പോയിക്കോട്ടെ, ഖുർആൻ അറിയുന്നത്. എന്നിട്ട് വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഅഖിൽ മാ കുന്നാ ഫീ അസ്ഹാബി സഗീർ. ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ, ഞങ്ങൾ കണ്ടിരുന്നെങ്കിൽ, ഞങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് മനുഷ്യർ വിലപിക്കും. സൂറത്തുൽ മുൽക്ക് വിശുദ്ധ ഖുർആനിലെ 67-ാം അധ്യായമാണ്. 8, 9, 10 വചനമാണ്. അതുകൊണ്ട് നമുക്ക് ആർക്കും ഇവിടെ ഇരിക്കുന്ന ഒരു സഹോദരിക്കും, ഇവിടെ ഇരിക്കുന്ന ഒരു സഹോദരനും, ഇവിടെ ഇരിക്കുന്ന യുവാക്കളും ഒന്നും പെടുന്നനെ എത്ര ആളുകൾ മരിച്ചു വീഴുന്നു. അലാമാത്തുൽ ഖിയാമയുടെ 10 അടയാളങ്ങളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞ ഒന്നത് അപ്രതീക്ഷിതമായ, നമുക്ക് ഞെട്ടലുളവാക്കുന്ന, അവർ മരിച്ചു എന്ന് നമ്മുടെ ഹൃദയം ഒരിക്കലും അംഗീകരിക്കാത്ത മരണം. അതാണ് ആ വിവരണം. തഫ്സീറുകളിലൊക്കെ കാണാം. അങ്ങനെ നമ്മ ഒരിക്കലും മരിക്കുന്ന ഒരു നിലയിലും ചിന്തിക്കാത്ത ആളുകൾ നമ്മളെ വിട്ടുപോകും. വാർദ്ധക്യത്തിലെത്തിയവർ അവശേഷിക്കും. യുവാക്കൾ, യുവതികളും മരിച്ചുകൊണ്ടേയിരിക്കും. ആക്സിഡന്റുകൾ വർദ്ധിക്കും എന്നൊക്കെ റസൂൽ പറഞ്ഞു. വേഗതയെ അന്ധമായി ആരാധിക്കുന്ന ലോകം വരും. അലാജലത്തുമിന ശൈത്താൻ. അതുകൊണ്ട് ധൃതിയും നിങ്ങളുടെ കതച്ചുള്ള ഓട്ടവും എന്തൊക്കെയോ ആണ് എന്ന തോന്നലും ഒരിക്കലും നിങ്ങൾക്കുണ്ടാകരുത്. ആ തകാസുർ, നിങ്ങളെ കബറിടം സന്ദർശിക്കുന്ന
ചെയ്യുന്നവരെ നിങ്ങൾക്ക് ഉണ്ടാവും. പരസ്പരം മത്സരിച്ചുള്ള ഓട്ടങ്ങൾ അത് അവസാനിക്കണമെന്ന് ഖുർആൻ മനുഷ്യരോട് പറഞ്ഞു. അവധാനതയോടെ, ക്ഷമയോടെ, സഹനത്തോടെ, അങ്ങേയറ്റത്തെ പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ, ഉണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു നല്ല ജീവിതത്തെയാണ് അള്ളാഹു നമ്മളോട് നയിക്കാൻ ആവശ്യപ്പെടുന്നത്. സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നാളെ മഹ്ശറയിൽ എരിമുരുകൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തണൽ നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.